സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലാണെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജും. എന്നാൽ സർക്കാർ ആശുപത്രിയിൽ പോയപ്പോൾ മരിക്കാറായ ഒരവസ്ഥ വന്നെന്നും അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഇടതുപക്ഷത്തിന്റെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ, ഞങ്ങൾ ഇത് ആര് പറയുന്നത് വിശ്വസിക്കണം? അപ്പൊ നമുക്ക് സജി ചെറിയാന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയാലോ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ പൂർണ്ണമായും മുന്നോട്ട് പോകുന്നത് ആളുകളുടെ സംഭാവന കൊണ്ടാണ്. നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം റിപ്പോർട്ട് അടിച്ച് കുറെ പേര് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത് നമുക്ക് വൈകാതെ മാറും. അതുവരെ മാത്രമേ നമുക്ക് ആളുകളുടെ സാമ്പത്തിക പിന്തുണ ആവശ്യമുള്ളൂ. അതുവരെ മാത്രം സഹായിക്കാനാണ് അപേക്ഷിക്കുന്നത്. അപ്പൊ തുടർന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോ സജി ചെറിയാൻ മന്ത്രി, അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് സർക്കാരിനെതിരെ വരുന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നതെന്നാണ് വെപ്പ്. അതായത് സപ്പോർട്ട് ചെയ്യാനാണ് വരുന്നത്. പക്ഷേ കയ്യിലിരിപ്പിന്റെ നാവിന്റെ ഒരു ഗുണം കൊണ്ടും ഇതെല്ലാം തിരിഞ്ഞു പോകാറാണ് പതിവ്. അതുപോലെ ഒരു തിരിഞ്ഞു പോക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് കാണാം. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? കണ്ടോ, ഏത് ആശുപത്രിയിലാണോ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അങ്ങോട്ട് പോകും. അപ്പൊ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ ഓടി ചെല്ലുന്നത് അവിടെ നല്ല ചികിത്സ കിട്ടുന്നത് കൊണ്ടാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് പോകാത്തത് നല്ല ചികിത്സ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നതല്ലേ താങ്കൾ തുടക്കത്തിൽ തന്നെ സമ്മതിച്ച് പറയുന്നത് സജി ചെറിയാനെ? രണ്ടാമതായി പറയുന്നത് എത്ര മന്ത്രിമാര് മെഡിക്കൽ കോളേജിൽ പോകുമെന്നതാണ്. അതൊരു ചോദ്യമാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അതേ ചോദ്യമാണ്. കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആണെന്ന് ഇടതുപക്ഷത്തിന്റെ എല്ലാ മന്ത്രിമാരും മാറി മാറി തള്ളുമ്പോൾ ഇവരാരും തന്നെ മെഡിക്കൽ കോളേജിലോ സർക്കാർ അനുബന്ധ കാര്യങ്ങളിലോ അവിടെ പോയിട്ടുള്ള ആശുപത്രികളിലോ പോയിട്ട് ചികിത്സ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മികച്ചത് അതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോയി ചികിത്സ എടുക്കും? നമുക്ക് കുറച്ച് മന്ത്രിമാര് ചികിത്സിച്ച ഡാറ്റ ഒന്ന് നോക്കിയാലോ. നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള MP രാജേഷ്, അതേപോലെ V ശിവൻകുട്ടി, K കൃഷ്ണൻകുട്ടി, ഇവരൊക്കെ സ്വകാര്യ ആശുപത്രികളിലാണ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകളോ ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് മന്ത്രിമാര് സ്വകാര്യ ആശുപത്രികളിലാണ് അവർക്ക് വയ്യാതെ വന്നപ്പോൾ ട്രീറ്റ്മെന്റിന് പോയിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ആശുപത്രികൾ തിരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം ഇതാണ്. ഇനി മുഖ്യമന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്ന പിശുക്കൻ എന്ന് ഞങ്ങൾ വിളിക്കും എന്നതുകൊണ്ടാണോ? ഞങ്ങളൊന്നും അങ്ങനെ വിളിക്കാനൊന്നും പോകുന്നില്ല. പകരം മാതൃക എന്ന് പറയും. നിങ്ങളുടെ സിസ്റ്റം നല്ലതാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ നിന്നാണ് നിങ്ങൾ സേവനങ്ങൾ എടുക്കുക. എനിക്കൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ ഭക്ഷണത്തിന് എന്ത് ഗുണനിലവാരം ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാവുന്ന. ഞാൻ അപ്പുറത്തെ കടയിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ എന്റെ കടയിലെ ഫുഡ് കൊള്ളില്ല. ആ കൊള്ളാത്ത ഫുഡാണ് ഞാൻ ആളുകൾക്ക് വിറ്റ് കാശാക്കി ആ കാശ് കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. ഇതാണ് ഞാൻ പ്രത്യക്ഷമായി ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം. മറിച്ച് ഞാനും എന്റെ കുടുംബവും ആ ഭക്ഷണം തന്നെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന കോടികൾ മുടക്കി ഫ്ലെക്സ് വെക്കാനോ അല്ലെങ്കിൽ പരിപാടികൾ നടത്താനോ കയറി ഇറങ്ങി പ്രസംഗിച്ചോ നടക്കാനോ ഉള്ള ഒരു സമയം കൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച് കാണിക്കാനായിട്ടുള്ള ധൈര്യം ഏതെങ്കിലും മന്ത്രിമാർക്കുണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്ന എന്തെങ്കിലും വികസന കാര്യങ്ങൾ നിങ്ങൾ അത് ഉപയോഗിച്ച് കാണിക്കുക. ഹൈവേ, ഒളിഞ്ഞു വീണ ഹൈവേ, നിങ്ങളൊന്ന് അതിലെ വണ്ടിക്കൊന്ന് പോയി കാണിക്കുക. നിങ്ങൾ വീണില്ലെങ്കിൽ ഞങ്ങൾ പോകാം. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. കേട്ടോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ ഇടവന്നു. ഡെങ്കിപ്പനിയാ വന്നത്. അപ്പൊ ഡെങ്കിപ്പനി വരുമ്പോൾ നമുക്കറിയാം ഇത് ബാധിക്കുന്ന ഏറ്റവും കൂടുതൽ തലച്ചോറിനെ ആയതുകൊണ്ട് തന്നെ ഈ രോഗി ഭയങ്കര അൺകോൺഷ്യസ് ആയിരിക്കും. അവർക്ക് സ്വയമേ ചിന്തിക്കാനായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല. ഇദ്ദേഹം 10 ദിവസം ബോധരഹിതനായിരുന്നു എന്ന് പറയുന്നത് ഉള്ളതായിരിക്കണം. അങ്ങനെയാണ് അസുഖത്തിന്റെ ഒരു കാര്യം വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ആദ്യം മെഡിക്കൽ കോളേജിൽ പോയി. എല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദ്യം ഇദ്ദേഹം സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നില്ല? ഇദ്ദേഹത്തിന് ബോധം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഉറപ്പായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നാൽ ഇദ്ദേഹത്തെ ആരോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുത്തെ ചികിത്സ കൊണ്ട് ഇദ്ദേഹം മരിക്കാറായി. ചികിത്സയുടെ ഒരു മേന്മേ നിങ്ങളല്ലേ പറയണത് നമ്പർ 1 ആണ്. എന്നിട്ട് ഒരു മന്ത്രി മരിക്കാറായിരിക്കുന്നു. എന്റെ ദൈവമേ, എന്ത് വിശ്വസിച്ച് ഞങ്ങൾ പോകും? ഞങ്ങളുടെ കൊച്ചുങ്ങളെ, ഞങ്ങളുടെ വീട്ടുകാരെ എന്തിന് ഞങ്ങൾ തന്നെ എങ്ങനെ പോകും? ഒരു ഇഞ്ചക്ഷൻ വെച്ച് നിങ്ങൾ കൊല്ലൂലെന്ന് ഞങ്ങൾ കണ്ടോ? ഞങ്ങൾക്ക് ഉടനെ അമൃത ആശുപത്രിയിലൊക്കെ പോകാനായിട്ടുള്ള കാശുണ്ടോ? ഇനി അഥവാ കൊണ്ടുപോകുന്നേക്കുള്ളിൽ ഞങ്ങൾ മരിച്ചു പോയാലോ? ഇതാണ് യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് ഒരു മന്ത്രിയാന്നേ പറഞ്ഞിരിക്കുന്നത്. സാംസ്കാരിക മന്ത്രിയാണ് നമ്മുടെ. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ ഉണ്ട് അദ്ദേഹം മരിക്കാറായി. എന്റെ ജനങ്ങളെ, PR ഒക്കെ മാറ്റി വെച്ചിട്ട് ഇത് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇനി ഇദ്ദേഹത്തെ മരിക്കാറാക്കിയ ആശുപത്രിയിലേക്ക് ചികിത്സ എടുക്കാൻ പോകാൻ? അപ്പൊ ഇദ്ദേഹം പോയത് അമൃതയിലേക്കാണ്. അത് സ്വകാര്യ ആശുപത്രിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാണ് നമ്പർ 1? എനിക്ക് ഇത്രയേ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു കഴിഞ്ഞു മന്ത്രി. നിങ്ങൾ എങ്ങനെയൊക്കെ തള്ളിയാലും സ്വകാര്യ മേഖല നല്ലതാണെന്ന് സ്ഥാപിക്കാനാണ് പറയുന്നത്. അത് ഞങ്ങൾക്കറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒക്കെ കിട്ടാത്ത പലതും ഞങ്ങൾ എടുക്കുന്നത് സ്വകാര്യ മേഖലയിൽ പോയിട്ടാണ്. മന്ത്രി വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ, വിദേശത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു. എവിടെയാ? സർക്കാർ ആശുപത്രിയിലാണോ വിദേശത്ത് നിന്ന് വന്നിട്ട് ആൾക്കാർ സ്കാൻ ചെയ്യുന്നത്?
സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാൽ 6-7 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വരുള്ളൂ. ബുക്കിംഗ് ഡേറ്റ് കിട്ടുന്നത് അങ്ങനെയാ. സാധനങ്ങളില്ല, ആൾക്കാരില്ല, പല പല കാരണങ്ങളാണ്. നിങ്ങളോട് ചോദിച്ചാൽ പറയും ഫണ്ടില്ല, പരിശോധിക്കട്ടെ. 2013 UDF ഭരിക്കുമ്പോൾ അവര് വരുന്നത് ഇവിടെയുള്ള പ്രൈവറ്റ് ലാബുകളിൽ നിന്നും എടുക്കാനാണ് സ്കാൻ. അപ്പൊ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ലാബുകളുമാണ് പൈസ കൊടുത്താലെങ്കിലും നല്ല സർവീസ് തരുന്നത്. ഞങ്ങൾക്കറിയാം, നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തുണ്ടാക്കി സർക്കാരിന്റെ ഈ മേഖലയിൽ എന്നതാണ് ചോദ്യം. ആരോഗ്യ മേഖല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുറെ നാളുകളായിട്ട്. ഇപ്പൊ നിങ്ങൾ അത് ഉണ്ടാക്കി, നിങ്ങൾ എങ്ങനെയൊക്കെ വളഞ്ഞിട്ട് PR നടത്തിയാലും, നിങ്ങൾ 10 കെട്ടിടം ഉണ്ടാക്കിയാലും പൊളിയാൻ കിടന്ന ഒരു കെട്ടിടം ഇത്രയും നാൾ ഉപയോഗിച്ചത് നിങ്ങളുടെ അനാസ്ഥയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ വയ്യ അല്ലേ? നിങ്ങൾ എന്തിനത് ഉപയോഗിച്ചെന്നാണ് ചോദ്യം. അപ്പോഴും കുഴി കിടക്കണം ഉമ്മൻചാണ്ടിക്കാ കുറ്റം. ഉമ്മൻചാണ്ടി പൊളിച്ചില്ല, അതുകൊണ്ട് 9 വർഷം ഞങ്ങളും പൊളിച്ചില്ലേ, പകരം ഞങ്ങൾ അത് ഉപയോഗിച്ചു. എത്ര മേന്മയായി പോയി. ഉൾപ്പുണ്ടോ പറയാനായിട്ട്? സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിന്റെ ടെക്നോളജി, അതിന്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും കേട്ടോ. സർക്കാർ ആശുപത്രിയിൽ ഒന്നുമില്ല, സ്വകാര്യ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ മന്ത്രി സമ്മതിക്കുകയാണെന്ന് യാഥാർത്ഥ്യം. ഇദ്ദേഹം ഒരിക്കൽ സർക്കാർ ആശുപത്രി പറയുന്ന മെഡിക്കൽ കോളേജിൽ പോയി കിടന്നപ്പോ അവിടുത്തെ യഥാർത്ഥ അവസ്ഥ അനുഭവത്തിലൂടെ ഇദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് സ്വയം അറിയാതെ ആ അനുഭവം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു പോയതാണ്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കിക്കോ ജനങ്ങളെ. യാഥാർത്ഥ്യം ഇതാണ്. സർക്കാർ ആശുപത്രിയിൽ ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളില്ല, ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതും അവിടെ ലഭ്യമല്ല. കൂടുതൽ ആളുകൾ ഗതികേട് കൊണ്ട് അവിടെ പോകുന്നു. കാരണം ആളുകളുടെ കയ്യിൽ സർക്കാർ ആശുപത്രിയിൽ പോകാൻ കാശില്ല. സർക്കാർ ആശുപത്രിയിൽ മികച്ച ചികിത്സ തന്നെയാണ് ലഭിക്കുന്നത്. കാശ് കൊടുത്താൽ അവർ നല്ല സർവീസ് തരുന്നുണ്ട്. നെഗ്ലിജൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അനധികൃതമായിട്ട് കഴുത്തറന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? നിങ്ങളെ അധികാരത്തിൽ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഒരു വെന്റിലേറ്ററിന് ഒരു ദിവസം 60,000-70,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് വീണ ജോർജ് മന്ത്രിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? സ്വകാര്യ മേഖലയിൽ ഈ പറയുന്ന തോന്നുന്ന രീതിയിലുള്ള ഫീസ് ഈടാക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ല? അങ്ങനെ ഒരു കൺട്രോൾ പോലും ഇല്ലാത്ത ആരോഗ്യ മേഖല. നിങ്ങൾ എന്ത് ആരോഗ്യ മേഖലയാണ്? ചികിത്സ അവിടുത്തെ നല്ലതാണെന്ന് എനിക്കറിയാം. ഞാനൊരു ദിവസം തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം വന്നു, എന്തോ ഒരു തടഞ്ഞിരിക്കുന്നത് പോലെ. ഇനി എന്തെങ്കിലും മുഴയാണോ കാര്യങ്ങളാണോ എന്നോർത്ത് പേടിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി. 10-100 പേര് ഒരു ദിവസം OP ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ഒരുപാട് നേരം ക്യൂ നിന്നു. ഒരു രോഗി എണീറ്റ് മാറിയപ്പോൾ ഞാനിരുന്നു, എന്റെ പുറകിലും കുറെ പേര് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്. ചോദിച്ചു തൊണ്ടയിൽ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞു. വാ തുറക്കാൻ പറഞ്ഞു. വാ തുറന്നു, ലൈറ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം നോക്കി ഒരു 6 കൂട്ടം ഗുളിക എഴുതി. ഞാൻ ചോദിച്ചു എന്താണ് എന്റെ പ്രശ്നം? ഇത് കഴിച്ചാൽ മതി, മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു കഴിക്കണം? എനിക്കറിയേണ്ടത് എന്റെ പ്രശ്നം എന്താണെന്ന്. നടന്നിട്ടാണല്ലോ ഞാൻ മരുന്ന് കഴിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത്. ഇയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇനി എന്റെ മരുന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെയുള്ള കൃഷ്ണ ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ഒരു ENT ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. 400 രൂപയാണ് അദ്ദേഹത്തിന്റെ ഫീസ്. അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. അദ്ദേഹം തൊണ്ട മരവിപ്പിച്ചു. എന്നിട്ട് കൃത്യമായിട്ടുള്ള ചെക്കപ്പ് നോക്കിയതിനു ശേഷം പറഞ്ഞു വോക്കൽ കോഡിന് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു. അതായത് ശബ്ദം സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഒരു ഗ്രന്ഥിയുണ്ട്, അതിനൊരു പ്രശ്നം വന്നതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ലൗഡിലി ഒച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഒരു 10 ദിവസം മിണ്ടാതിരുന്നാൽ പ്രശ്നം മാറും. ആ ഒരു ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ചെറിയൊരു ടാബ്ലറ്റ്, ഒരു കുഞ്ഞു ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിച്ചാൽ മതി. അത് ചെറുതായിട്ട് ഉറക്കം വരും. അതുകൊണ്ട് ഉറങ്ങിക്കോ, മിണ്ടണ്ട. എന്റെ പ്രശ്നം തീർന്നു. മറ്റേ ഡോക്ടർ തന്ന 6 കൂട്ടം മരുന്ന് ഞാൻ എന്തിനായിരുന്നു കഴിക്കേണ്ടത്? ഞാനത് കഴിച്ചിരുന്നെങ്കിലോ? അതെന്തോ ആന്റിബയോട്ടിക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമൽ? ഇതൊന്നും എനിക്കറിയില്ല. ഇതാണ് നിങ്ങൾ പറയുന്ന സർക്കാർ ആശുപത്രി. അല്ല എന്റെ വാ തുറന്ന് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. വാ തുറന്ന് നോക്കിയാൽ വോക്കൽ കോഡ് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോയ ഡോക്ടർ എന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് പരിശോധിച്ചത്. ഇവിടെ ഇത്രയും ഭാഗം മരവിപ്പിച്ചിട്ട്, സ്പ്രേ അടിച്ച് മരവിപ്പിച്ചിട്ട് കൂടിയാണ് അദ്ദേഹം ചെയ്തത്. ആ ഒരു കെയർ ഞങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്നത് നിങ്ങൾ പറയേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയതുമല്ല. അത് ഒരുപാട് പേര് അവർക്ക് ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചൂഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ്. അതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ. ഇവിടുത്തെ പ്രശ്നം എന്താ? സാധാരണക്കാരൻ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. ഇല്ല, പാവം സ്ത്രീ അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്യണം? ഓൾറെഡി തകർന്നു കിടക്കുന്ന നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ ഇനി ആര് തകർക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? പഞ്ഞിയില്ല, ഉപയോഗിക്കാനായിട്ടുള്ള എന്താ പറയുക, റീയൂസ് ചെയ്യുന്ന സിറിഞ്ചൊക്കെ ഒരാളെ ഒറ്റത്തവണ കുത്തിയേച്ചെടുത്ത് കളയാനുള്ളതാണ്. അതുപോലും എടുത്ത് പിന്നീടും ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാർ എത്തി നിൽക്കുന്നിടത്ത് എന്തെന്നാ നിങ്ങൾ പറയുന്നത്? ഇനി ഞങ്ങൾ വേണോ തകർക്കാൻ? ഈ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഈ വിമർശിക്കുന്നവർ വേണോ തകർക്കാൻ? കെട്ടിടം തകർന്ന് ഓൾറെഡി ഒരാളുടെ തലയെ വീണു, ഒരമ്മ മരിച്ചു, മന്ത്രി അറിഞ്ഞില്ലേ? എത്ര ഉളുപ്പില്ലാതെ നിങ്ങൾ പറയുന്നത്. എന്നിട്ട് അയ്യോ ആ പാവ സ്ത്രീ എന്ത് ചെയ്തെന്ന്, അവരെന്തായിരുന്നു ചെയ്യേണ്ടത്? 9 വർഷമായിട്ട് ബലക്ഷയമുണ്ടെന്നും പൊളിക്കണമെന്നും പറഞ്ഞ കെട്ടിടത്തിൽ ആശുപത്രി നടത്തിക്കൊണ്ടുപോയത് ശരിയാണോ തെറ്റാണോ? മന്ത്രി ഇന്നലെ ജനിച്ച കുട്ടിയാണോ? ഇള്ളാക്കുഞ്ഞാണോ? ഇത് അനാസ്ഥയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെ നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ പറയുമോ? ഇതുപോലെ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുമോ? ഒരാൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ അത് നെഗ്ലിജൻസ് ആണ്. അതിന് അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. 100 പേരെ അടിയന്തരമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച എന്തിനാ? ഈ തകർന്ന കെട്ടിടത്തിൽ നിന്ന്. അവിടെ ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ ആരും ഇല്ലെന്ന് നുണ പറഞ്ഞെന്തിനാ? ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ മന്ത്രിയാ ചെയ്തത്. മന്ത്രി നേരിട്ട് നിന്നാ ചെയ്തത്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ കണ്ടതാ, ഈ വോട്ടേഴ്സ് മുഴുവൻ കണ്ടതാ. അതൊക്കെ ഇല്ലെന്നാണോ തള്ളി പറയുന്നത്? പാവം സ്ത്രീ, മരിച്ചുപോയ സ്ത്രീ എന്താ? അവര് പാവമായിരുന്നില്ലേ? അവരുടെ ജീവിതത്തിന് ആര് ഉത്തരം പറയും? അവരുടെ മരണത്തിന് ആര് ഉത്തരം പറയും? അവരെന്തിനാ മരിച്ചത്? ഇവിടെ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞിട്ട് മന്ത്രിമാര് 2 പേരും വന്ന് അണിഞ്ഞൊരുങ്ങി മാധ്യമങ്ങൾ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് 11 മണി മുതൽ 1 മണി വരെ ആ സ്ത്രീ അവിടെ കോൺക്രീറ്റിന്റെ അടിയിൽ കിടന്ന് പിടയുമായിരുന്നു. ഇവരെന്താ നോക്കാഞ്ഞേ?
ഇവരെന്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് പോയവരെ പോലും ചെയ്യാൻ സമ്മതിച്ചില്ല? ആരുമില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു എന്തിനാ? ഇത് അനാസ്ഥയല്ലേ? ആരാ പാവം സ്ത്രീ? ആരാണ് സജി ചെറിയാനെ ഇവിടെ പാവം? അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. നിങ്ങൾ അംഗീകരിക്കണ്ട, നിങ്ങളൊന്നും അംഗീകരിക്കണ്ട. നിങ്ങൾ മരിച്ചുപോയ സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീ ജനിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയും. അതിനു പോലും യാതൊരു ഉളുപ്പുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ. ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുടെ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ട്, നിങ്ങളുടെ ഓരോ വാക്കിലും എത്രത്തോളം കാപണ്യമുണ്ടെന്നുള്ളത് നിങ്ങളൊന്നും അംഗീകരിക്കേണ്ട. നിങ്ങളെ അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇനി ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ജനങ്ങളെ 2 വട്ടം നിങ്ങൾ വോട്ടിട്ടതാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. നിങ്ങൾ വോട്ട് ചെയ്തില്ലേ, അപ്പൊ നല്ലതായതുകൊണ്ടല്ലേ? ആണോ അല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. 3ാമത്തെ വട്ടവും ഈ ടീമിനെ തന്നെ നിങ്ങൾക്ക് വേണോ? ഈ പറയുന്നത് പോലെ പിണറായിക്കൊപ്പം തന്നെയാണോ ജനങ്ങൾ? എന്റെ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിക്കാം. അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാവരും സമ്മതിച്ചു പറയുന്നത് സർക്കാർ ആശുപത്രികളുടെ നിലവാരം എന്ന് പറയുന്നത് ഇവർ പൊക്കി കെട്ടി വെച്ചിരിക്കുന്ന PR പോലെ അല്ല എന്നത് തന്നെയാണ്. ഇദ്ദേഹം തന്നെ സമ്മതിച്ച് പറയുന്നുണ്ട് അവിടുത്തെ ചികിത്സയും കൊള്ളില്ല, കാരണം അവിടെ സാധനങ്ങളില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ളവര് നമ്മുടെ സർക്കാർ മേഖലകളിലുണ്ട്. ഒരുപാട് പേര് മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർമാരൊക്കെയാണ്. ഇപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇരിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള സർജന്മാർ അവരൊക്കെ വലിയ അറിവുള്ളവരാണ്. എക്സ്പീരിയൻസ് ആണ് ഒരു ഡോക്ടറിനെ ഏറ്റവും മികച്ച ഒരാളാക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം കണ്ടാൽ ഇന്ന രോഗമാണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ക്ലിക്ക് ആവുന്നത് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ്, അല്ലാതെ ഡിഗ്രി കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളെ, മികച്ച പവിഴങ്ങളായിട്ടുള്ള ഡോക്ടർമാരെ ഏത് രീതിയിലാണ് ഇവിടുത്തെ ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഹൃദയ മാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ഏറ്റവും മികച്ച ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മേധാവി. അദ്ദേഹം ഡോക്ടറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിദേശത്ത് വരെ പേരുള്ള അത്രയധികം ഹൃദയ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ഡോക്ടറിനെ ഒരു മെഡിക്കൽ കോളേജ് ഫുള്ള് നോക്കി നടത്താൻ ഏൽപ്പിച്ചേക്കുക. അദ്ദേഹം രോഗികളെ നോക്കുവോ, രോഗികളുടെ ഫോളോ അപ്പിന്റെ പുറകെ പോയി അവരുടെ പുതിയ കാര്യങ്ങൾ നോക്കി അവരുടെ ചികിത്സയും അവരുടെ ഓപ്പറേഷനും കാര്യങ്ങളും നോക്കുവോ, അതോ ആശുപത്രി കെട്ടിടത്തിൽ എവിടെയൊക്കെ ആൾക്കാർ കിടക്കണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ PMOയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും? എന്തോ നിങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ആശുപത്രി അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു സെക്രട്ടറിയോ മറ്റോ നിയമിക്കുകയോ ഈ പറയുന്ന സീനിയർ ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് ഉപദേശം തേടുന്ന രീതിയിൽ അങ്ങനെയല്ലേ നിങ്ങൾ നിയമിക്കേണ്ടത്? അല്ലാതെ ഡോക്ടർമാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ കിടന്ന് വലയാണ്. യൂറോളജി തലവനായ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് കേട്ടില്ല? അവർക്ക് പറ്റുന്നില്ല. ഇത്രയും കഴിവുള്ള ആളുകളെ വെച്ച് ഈ സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തെളിവുകളാണ്, പുറത്തു വന്ന തെളിവുകളാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ശാസ്ത്രജ്ഞയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ബൊട്ടാനിക് ഗാർഡനിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. ശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെല്ലാം പഠിച്ചാലാണ് ഒരാൾ ശാസ്ത്രജ്ഞയാവുന്നത്. അതിൽ തന്നെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന, നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ശമ്പളമില്ലായിരുന്നു. എത്ര മാസങ്ങളാണെന്ന് അറിയാമോ? ഏകദേശം 1.5 വർഷത്തോളം. അവർക്ക് മാത്രമല്ല, ആ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പലർക്കും ശമ്പളമില്ല. എന്നാൽ അവരൊന്നും പ്രതികരിക്കുന്നില്ലായിരുന്നു. എന്താണ് കാരണം? പാർട്ടിപരമായിട്ടുള്ള കുറെ സമ്മർദ്ദങ്ങൾ. പ്രതികരിച്ചാൽ വേറെ രീതിയിൽ അടിവരും. അതുകൊണ്ട് സഹിക്കുക, ശമ്പളമില്ലെങ്കിലും ജീവിക്കുക. എന്നാൽ സഹിക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ ശാസ്ത്രജ്ഞ കേസ് കൊടുത്തു. ഈ രീതിയിലുള്ള ഇവര് പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു. അതിനെല്ലാം അതിജീവിച്ചു. എന്റെ ശമ്പളം വാങ്ങാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു. ശമ്പളം കിട്ടി, റിലീവ് ചെയ്ത് പോവുകയും ചെയ്തു. ബാക്കി ഈ പറഞ്ഞ ആളുകളെല്ലാം ശമ്പളം വാങ്ങാതെ ഇപ്പോഴും അതേ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഒരു ശാസ്ത്രജ്ഞ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സയന്റിസ്റ്റിനെ ഒരു രാജ്യം എങ്ങനെ കാണണം, ഒരു സർക്കാർ എങ്ങനെ കാണണം? ഇവിടെ എത്ര സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് അറിയാമോ? സർക്കാർ തലത്തിലുള്ള സ്റ്റൈപ്പൻഡുകൾ ആവട്ടെ, സാലറി ആവട്ടെ, ഒരു സാധനവും കിട്ടാതെ റിസർച്ചിന് വേണ്ടി ഇവിടെ കിടക്കും. അവരൊക്കെ പുറത്തേക്ക് പോകാത്ത അവരുടെയൊക്കെ നല്ല മനസ്സാണ്. അതിനെ പോലും എങ്ങനെ പ്രയോജനം ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത ഇതുപോലുള്ള കുറെ വാഴകളാണ് മന്ത്രിസ്ഥാനത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും കേരളം നമ്പർ 1 ആണ്. നിങ്ങളുടെ നമ്പർ 1 എത്ര വലിയ കുമളയാണെന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം താഴെ വീണതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി. അത് പൊട്ടിപ്പോയിരിക്കുന്നു സജി ചെറിയാനെ. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു. ഈ പറയുന്ന മുണ്ടുപറി രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കലല്ല ഇനി കേരളത്തിന്റെ മുന്നോട്ടുള്ള ഭാവിക്കുള്ള വലിയൊരു പ്രതീക്ഷ. അത് സത്യത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കുക എന്നതാണ്. നമുക്ക് മാറി ചിന്തിക്കാൻ ഇത്തരക്കാരെ തിരിച്ചറിയാം. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കുറച്ചുപേർ എന്നോട് പറയാറുണ്ട്, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ, ഇവർ നന്നാകില്ല, അതുകൊണ്ട് പറഞ്ഞ് വെറുതെ സമയം കളയണ്ടാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇവരെ നന്നാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെന്ന്? എന്റെ ഉദ്ദേശം അതല്ല. ഇവരാരാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശം. നിങ്ങൾ അറിയണം എന്താണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം, എന്താണ് അഭിനവ കമ്മ്യൂണിസം. ഇവരിപ്പോൾ കമ്മ്യൂണിസത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത് എന്താണ് നമ്പർ 1 കേരളം എന്ന വെറും കുമിളയായ PR. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഭരിച്ച് കേരളം എവിടെ എത്തിയിരിക്കുന്നു? തന്റെ ഭരണാധികാരി എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞാൽ മാത്രമേ വീണ്ടും അയാളെ തിരഞ്ഞെടുക്കണോ വേണ്ടായോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയൂ. എന്റെ സംഭാഷണങ്ങളുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. സർക്കാരിനെ തിരിച്ചറിയുക, ഭരിക്കുന്നവരെ തിരിച്ചറിയുക, അവരുടെ കഴിവുകളെ തിരിച്ചറിയുക, അവരുടെ പൊള്ളത്തരങ്ങളെ തിരിച്ചറിയുക, കാപട്യത്തെ തിരിച്ചറിയുക, വ്യക്തിത്വത്തെ അറിയുക. വയസ്സായിട്ട് നല്ലൊരു തീരുമാനം അടുത്ത ഇലക്ഷനിലെങ്കിലും എടുക്കുക. കേരളം നമ്മുടേതാണ്. ഈ രീതിയിൽ അത് നശിച്ചു പോകാനോ ഇല്ലാതാകാനോ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല.
കേരളം മുമ്പുണ്ടായിരുന്നതുപോലെ ഇനി ഉണ്ടാകാൻ പോകുന്നത് അതിലും ഒരുപടി മേലെ ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ സംഭാവനകളുടെ കാര്യം മറക്കണ്ട. പബ്ലിക് ഒപ്പീനിയനിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനും ഈ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്താൽ മതി. കോൾ വിളിച്ച് തെറി പറയുന്ന കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ കോളുകൾ ഇപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.